ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ലേൺ വിത്ത് ലാമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് +1 +2ൻ്റെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ 8, 9, 10 CBSE ക്ലാസ്സുകളും സയൻസ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. Unit 1 Glimpses of Greatness. Success is not final. Failure is not fatal. It is the courage to continue that counts. വിജയം എന്നത് അവസാനമല്ല, പരാജയം എന്നത് വിധി കൽപ്പിതവുമല്ല. വീണ്ടും മുന്നേറാനുള്ള നമ്മുടെ ധൈര്യം, അതാണ് പ്രധാനം. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്യങ്ങളോടെയാണ് നമ്മുടെ യൂണിറ്റ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്നത്, അതായത് തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ തോൽവികളും ദുരന്തങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കും? വിജയമെന്ന് പറയുന്നതാണ് ജീവിതം, വിജയിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും പരാജയമില്ലാതെ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. വിജയമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥാനമല്ല. വിജയം എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റാണ്. അപ്പം നമ്മുടെ മനസ്സ് റെഡിയാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്താണ്? ഫെയിലിയർ ഈസ് നോട്ട് ഫേറ്റൽ, അല്ലേ? ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വിധിക്കപ്പെട്ടതല്ല. കാരണം എന്താ? കൂടുതൽ ആൾക്കാരും ചിന്തിക്കാറുണ്ട്, എനിക്ക് സംഭവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയാണ് പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനെ തരണം ചെയ്ത് ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷേ പല മഹാന്മാരുടെയും ജീവിതകഥകൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അവരെല്ലാം എന്താണ്? പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് എത്തിയ ആൾക്കാരാണ്. അതായത് നമ്മുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതല്ല, അതിന് പകരം നമ്മളെപ്പോഴും നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ചേഞ്ച് ആവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതായത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ നമ്മൾ പരിശ്രമിക്കാനുള്ള നമ്മുടെ മനസ്സ്, അതിനാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. Success is undoubtedly the fruit of perseverance. വിജയമെന്ന് പറയുന്നത് നിരന്തര പ്രയത്നത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാവുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പെർസെവറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിരന്തര പ്രയത്നം അല്ലെങ്കിൽ സ്ഥിരോത്സാഹം. അപ്പോൾ നമുക്ക് നിരന്തരമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കഠിനമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഫലം കിട്ടും. അതായത് ഉറപ്പായിട്ടും നമ്മളതിൽ വിജയിക്കും എന്നാണ് പറയുന്നത്. The great achievements of others can inspire us. മറ്റുള്ളവരുടെ വലിയ നേട്ടങ്ങൾ നമ്മളെ എന്ത് ചെയ്യും? നമുക്ക് പ്രചോദനമാകും. And we in turn can be an inspiration to many. ഇതുപോലെ തന്നെ നമ്മളും തിരിച്ചെങ്ങനെ ആയിരിക്കണം? മറ്റുള്ളവർക്ക് പ്രചോദനം ആകേണ്ടതായിട്ടുണ്ട്. The first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. എന്താണ്? മഹത്വത്തിൻ്റെ നേർക്കാഴ്ചകൾ. അപ്പോൾ ഈ യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഓഫ് സം ഗ്രേറ്റ് പീപ്പിൾ. ചില മഹത് വ്യക്തികളുടെ വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. ഇറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദ ക്വാളിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ് സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുക്കേണ്ട ചില ഗുണങ്ങളുണ്ടല്ലേ, ചില ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനക്ഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് അബ്രഹാം ലിങ്കൺ ആറ്റ്സ് ഫസ്റ്റ് സ്പീച്ച്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയാണ്. എല്ലാവർക്കും അബ്രഹാം ലിങ്കണിനെ പറ്റിയിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ?
അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മഹാനായിട്ടുള്ള പ്രസിഡൻ്റായിരുന്നു അബ്രഹാം ലിങ്കൺ. അതായത് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡൻ്റായിരുന്നു. അടിമ സമ്പ്രദായത്തിനെതിരെ പൊരുതിയ വിമോചന നായകൻ കൂടിയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണം എന്ന ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള നിർവചനം അദ്ദേഹത്തിലൂടെ പുറത്തു വന്ന പ്രസംഗമാണ് 1863 നവംബർ 19 നടന്ന ഗെറ്റിസ്ബർഗ് പ്രസംഗം. ആ പ്രഭാഷണം വളരെ ലോകശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേയും ആയി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരുപാട് സ്പീച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രാസംഗികൻ എന്നുള്ള രീതിയിൽ അബ്രഹാം ലിങ്കൺ വളരെ ഫേമസ് ആണ്. സോ ഈ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ഒരു സ്പീച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണമല്ലോ അല്ലേ? അപ്പോൾ അബ്രഹാം ലിങ്കണിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്പീച്ച് അതെങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, ആബ്സ് ഫസ്റ്റ് സ്പീച്ച്. ആബ് made his first speech when he was a boy, going barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. Ab made his first speech when he was a boy. ആബ് അവൻ്റെ ആദ്യ പ്രസംഗം നടത്തുന്നത് ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ്. ഗോയിങ് ബെയർ ഫുട്ട്, അവൻ്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നില്ല. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ, അവൻ്റെ ട്രൗസേഴ്സിനെ ഉയർത്തി പിടിച്ചിരുന്നത് ഒരു സസ്പെൻഡറാണ്. അതായത് ഒരു ഇലാസ്റ്റിക് സ്ട്രിപ്പ് കൊണ്ടാണ് ആ ട്രൗസേഴ്സ് മുകളിലേക്ക് നിർത്തിയത്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. ഇപ്പം വളരെ വില കുറഞ്ഞ ഒരു കച്ചി തൊപ്പി ആണ് അവൻ ധരിച്ചിരുന്നത്. ആ തൊപ്പിയുടെ മുകളിലായിട്ട് ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ കൂടി അവൻ്റെ മുടിയുടെ കൂട്ടം പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് അവൻ്റെ ദാരിദ്ര്യത്തെയാണ്. ആബ് ഇൻ കമ്പനി വിത്ത് ഹിസ് റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഡെന്നിസ് ഹാങ്സ് attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellows who shouted at the top of his voice and waved his arms widely. Ab, in company with his rail-splitting companion Dennis Hanks. അപ്പോൾ അബ്രഹാം ലിങ്കൺ റെയിൽ സ്പ്ലിറ്റർ എന്നുള്ള രീതിയിൽ വളരെ ഫേമസ് ആണ്. റെയിൽ സ്പ്ലിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? റെയിൽ ഫെൻസുകൾ, വേലികൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോക്സ്, അതായത് മരത്തടികളൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന ജോലിയായിരുന്നു അബ്രഹാം ലിങ്കൺ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം ആ ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പാനിയനായിട്ടുള്ള ഡെന്നിസ് ഹാങ്സിനോടൊപ്പമായിരുന്നു. അബ്രഹാം ലിങ്കൻ്റെ അമ്മയുടെ ആൻറ്റിയുടെ മോനായിരുന്നു ഈ പറയുന്ന ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവർ തമ്മിൽ എന്താണ്, കസിൻസിനെ പോലെയാണ്. കാരണം അവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 10 വയസ്സ്, ഏകദേശം ഒരു 10 വയസ്സൊക്കെ വ്യത്യാസമേ അബ്രഹാം ലിങ്കണും ഡെന്നിസ് ഹാങ്സും തമ്മിലുണ്ടായിരുന്നുള്ളൂ. അവർ കസിൻസിനെ പോലെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ ആബും അദ്ദേഹത്തിൻ്റെ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയനായിട്ടുള്ള ഡെന്നിസ് ഹാങ്സും കൂടെ ഒത്ത് എന്താ ചെയ്തേ? attended a political meeting which was addressed by a typical stump speaker. അങ്ങനെ ആബും ഡെന്നിസ് ഹാങ്സും കൂടി ഒരു രാഷ്ട്രീയ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. ആ യോഗം അഭിസംബോധന ചെയ്തത് ഒരു ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കറായിരുന്നു. അപ്പോൾ അതെന്താന്ന് നോക്കണം അല്ലേ? സ്റ്റംപ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു സ്റ്റംപ് സ്പീച്ച് എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായോ സാമൂഹികമായോ പ്രചരണം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും? പൊതുജനത്തിന് മുന്നിലായിട്ട് മരക്കുറ്റികളിൽ നിന്ന്, അതായത് ട്രീ സ്റ്റമ്പുകളിൽ നിന്നുകൊണ്ട്, അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സ്പീച്ച് നടത്തുന്ന ഒരു രീതി, അതിനെയാണ് നമ്മൾ സ്റ്റംപ് സ്പീച്ച് എന്ന് വിളിച്ചിരുന്നത്. അപ്പം അതിന് മുകളിൽ കയറി അങ്ങനെ സ്പീച്ച് നടത്തുന്നവരെ സ്റ്റംപ് സ്പീക്കർ എന്ന് വിളിക്കുന്നു. സോ അന്ന് ആരായിരുന്നു നമുക്ക് നോക്കാം. One of those loud-voiced fellows who shouted at the top of his voice and waved his arms wildly. അപ്പോൾ അന്നൊരു സാധാരണ സ്റ്റംപ് സ്പീക്കർ ആയിരുന്നു അവിടെ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. വളരെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരാളായിരുന്നു. Who shouted at the top of his voice
and waved his arms widely. അയാൾ അയാളുടെ വോയിസിൻ്റെ മാക്സിമം ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് ആ പ്രസംഗം നടത്തിയത്. അതോടൊപ്പം തന്നെ കൈകൾ വന്യമായി ചലിപ്പിച്ചുകൊണ്ട് ആംഗ്യവും കാണിക്കുന്നുണ്ടായിരുന്നു. At the conclusion of the speech, which did not meet the views either of Ab or Dennis, the latter declared that Ab could make a better speech than that. Whereupon he got a dry goods box and called on Ab to reply to the campaign orator. At the conclusion of the speech, അങ്ങനെ ആ പ്രസംഗത്തിനൊടുവിൽ which did not meet the views either of Ab or Dennis. ആ പ്രസംഗം എന്ന് പറയുന്നത് ആബിൻ്റെയോ ഡെന്നിസിൻ്റെയോ നിലപാടുമായിട്ട് ഒത്തുപോകുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ ലാറ്റർ ഡിക്ലയർഡ് ദാറ്റ് ആബ് കുഡ് മേഡ് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. ദ ലാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് വൺ എന്നുള്ള മീനിങ് ആണ്. ഇവിടെ രണ്ട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആബ് ഓർ ഡെന്നിസ്. അപ്പം ആബ് അല്ലെങ്കിൽ ഡെന്നിസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഡെന്നിസിൻ്റെ പേരായതുകൊണ്ട് ഡെന്നിസ് ഡിക്ലയർഡ് ദാറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം ഡെന്നിസ് എന്താണ് പ്രഖ്യാപിച്ചത്? ആബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. അയാളെക്കാളും എന്തുകൊണ്ടും വളരെ മികച്ച ഒരു പ്രസംഗം ആബിനെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്ന് ഡെന്നിസ് ഹാങ്സ് പ്രഖ്യാപിക്കുകയുണ്ടായി. വേറപ്പോൺ അതിനുശേഷം he got a dry goods box and called on Ab to reply to the campaign orator. ഡെന്നിസ് ഹാങ്സ് എന്ത് ചെയ്തു? ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആബിനെ വിളിച്ചു. എന്നിട്ട് ആ പ്രചാരണ പ്രഭാഷകന് മറുപടി നൽകാനായി ആബിനോട് ആവശ്യപ്പെട്ടു. ലിറ്റിൽ ആബ് ത്രൂ ഹിസ് ഓൾഡ് straw hat on the ground and mounting the dry goods box. കുട്ടിയായ ആബ് അവൻ്റെ പഴയ കച്ചിത്തൊപ്പി ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ഗുഡ്സ് ബോക്സിലേക്ക് വലിഞ്ഞു കയറി. ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. അങ്ങനെ അവൻ എന്ത് ചെയ്തു? ഒരു സ്പീച്ച് നടത്തി. ആ സ്പീച്ച് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൻ്റെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. ആൻഡ് വൺ ഹിം കൺസിഡറബിൾ അപ്ലോസ്. മാത്രമല്ല അതവന് ഒരുപാട് കയ്യടി നേടിക്കൊടുത്തു. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. എന്തിന്? ആ ക്യാമ്പയിൻ ഒറേറ്റർ പോലും സമ്മതിച്ചു ആബിൻ്റെ സ്പീച്ച് വളരെ നല്ലതായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലെ ഓരോ പോയിൻറ്റും വളരെ വ്യക്തമായിട്ട് ആബ് വിശദീകരിച്ചു എന്നുള്ള കാര്യവും അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം പോലും സമ്മതിച്ചു. ഡെന്നിസ് ഹാങ്സ്, who thought Ab was the greatest man who ever lived, was delighted. And he often spoke of how young Ab got the better of the trained campaign speaker. Dennis Hanks, who thought Ab was the greatest man who ever lived. അവൻ ഡെന്നിസ് ഹാങ്സ് ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കാലത്തും ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മഹാനായ വ്യക്തി അബ്രഹാം ലിങ്കൺ ആണ് എന്നാണ് ഡെന്നിസ് ഹാങ്സിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വാസ് ഡിലൈറ്റഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. And he often spoke of how young Ab got the better of the trained campaign orator. അപ്പോൾ പരിശീലനം ലഭിച്ച ക്യാമ്പയിൻ സ്പീക്കറിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററായിട്ട് നല്ല രീതിയിൽ ആ കുട്ടിയായ ആബിന് സംസാരിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് സംസാരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു അതിനെപ്പറ്റി. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.